ഏതായാലും ജയകൃഷ്ണന്റെ കോടതി വീട്ടിലെ എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കോടതി വീട്ടിലും ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവൂല്ലേ? ഇല്ല സാർ, അങ്ങനെ ഒരു വീട് ഇപ്പോഴില്ല. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. കോടതി വീട്ടിനേക്കാൾ വലിയൊരു വീട്ടിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. 3 ദിവസത്തെ പരോളിലാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ മത്സരത്തിന് എനിക്ക് ജയിച്ചേ പറ്റൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെനിക്കൊരു ജീവൻ മരണ പോരാട്ടമാണെന്ന്. ഡോക്ടർ സിയ, ഓക്കെ, 10 മണിക്ക് വന്നോളൂ. മാഡത്തിന്റെ ഒരു ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ആര്? മാഡത്തിന്റെ കയ്യിൽ നിന്ന് സ്ഥിരമായി കാശ് കടം വാങ്ങാൻ വരില്ലേ ഒരു ഫ്രണ്ട്? ഓ, ജയകൃഷ്ണൻ. കാലമൊക്കെ മാറിപ്പോയി മോളെ. എന്നെ കുറിച്ച് എന്റെ അമ്മാവനടക്കം ചില ചാണകപ്പുളികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. കാക്ക മലർന്നു പറക്കാൻ നേരിയ ചാൻസ് എങ്കിലും ഉണ്ട്. പക്ഷെ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ രക്ഷപ്പെടാൻ ആ ചാൻസ് പോലും കാണുന്നില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു വാർത്ത കെട്ടി ഇവരെ കൊണ്ട് ഞെട്ടും. അഡ്വക്കേറ്റ് ജയകൃഷ്ണന്റെ കഴിവുകൾ അംഗീകരിക്കുന്ന വാർത്ത എല്ലാ പത്രങ്ങളിലും വരും, ഫ്രണ്ട് പേജിൽ വിത്ത് ഫോട്ടോ. വെറുതെ വട്ട് കാണിക്കല്ലേ മോനെ, അതും വട്ടന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മുന്നിൽ. അത് അപകട. അറിയാം, വട്ടില്ലാത്ത ഏതൊരാളെയും വട്ടനാക്കാനും അയാൾ എത്ര വർഷം വേണമെങ്കിൽ പ്രാന്താശുപത്രി പൂട്ടിയിടാനും നിങ്ങൾ ഡോക്ടർമാർക്ക് കഴിയും. അങ്ങനെ ചതിക്കുഴിയിൽ വീണുപോയൊരു ഹതഭാഗ്യനുണ്ട്. ഹരിനാരായണൻ. അയാൾ എഴുതിയ ലേഖനങ്ങളാണ് ഇതൊക്കെ. ഓ, എനിക്കറിയാം. ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എങ്കിൽ കേട്ടോ, പേന പടവാളാക്കിയ മനുഷ്യൻ കഴിഞ്ഞ 12 വർഷമായി ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. ഇത്രയും ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുള്ള ഹരിനാരായണൻ മെന്റൽ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ചെറുപ്പത്തിൽ എപ്പോഴും ഒരു കഞ്ചാവ് വലിച്ച് ചുമച്ചു എന്ന് പറഞ്ഞ് അതിനകത്ത് കൊണ്ടാക്കിയതാ. പിന്നെ പുറത്തിറങ്ങാനേ സമ്മതിച്ചിട്ടില്ല. അയാളുടെ ജ്യേഷ്ഠൻ രവീന്ദ്രൻ. കോടിക്കണക്കിന് വരുന്ന ഹരിനാരായണന്റെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ ഈ രവീന്ദ്രന്റെ കയ്യിലാണ്. ഞാൻ വെള്ളാടിച്ചോട് ചോദിക്കല്ല. നിങ്ങൾ പത്രക്കാർക്ക് എന്റെ അഡ്രസ്സും അപ്പനപ്പന്മാരുടെ പേരും വിവരവും എന്റെ ഫോട്ടോയും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേസ് കൊടുക്കാനാ? കേസോ? അതെ, ഈ റിപ്പോർട്ടിന് ഞങ്ങൾ പത്രക്കാര് കേസ് എന്നാ പറയാറ്. ഈ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നട്ടാപ്പിച്ചയ്ക്ക് വേണ്ടി ആ മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായൊക്കെ കൂട്ടുക. നോ നോ, ഹരിനാരായണനെ കാണാൻ പറ്റില്ല. ഡോക്ടർ, ഞാനൊരു ബുദ്ധിജീവിയാണ്. ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. സത്യത്തിൽ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ? ആണോ? ഹരിനാരായണനെ കാണാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. കാണാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. വ്യക്തമാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ഇനി എങ്ങനെയെങ്കിലും ഹരിനാരായണൻ നേരിട്ട് കണ്ട് വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങും. പിന്നെ ഞാനൊരു ABS കോർപ്പസ് ഫയൽ ചെയ്യും. ആ കേസ് ജയിക്കാൻ എനിക്ക് ഈ ഡോക്ടറെ സഹായം വേണം. താനൊന്ന് കോടതിയിലൊക്കെ വരേണ്ടി വരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, എങ്കിൽ കൊടു. ഈ കയ്യാർക്ക് വേണം. ഒരു 5000 റുപ്പീസ് കൊടു. ഞാൻ പറഞ്ഞില്ല എന്റെ കയ്യിൽ പണമൊന്നും ഇല്ലെന്ന്. ഈ കൈ നിറയെ ഇങ്ങനെ വള ഇട്ടുകൊണ്ട് നടക്കുന്നതേ ഭയങ്കര ബോറാ. ഈ പുതിയ പുതിയ പിള്ളേരെ കണ്ടിട്ടില്ലേ, കഴുത്തിൽ സ്ലീക്ക് ആയിട്ടൊരു ടൈം മാത്രമേ കാണൂ. അപ്പൊ കോടതി വെച്ച് കാണാം. താങ്ക് യു. ഇട്ടോണ്ട് ഒരു ബാഗുമായി. ഹലോ, പങ്കജാഷൻ. പങ്കജാഷൻ ചേട്ടനല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. പങ്കജാഷൻ സാറിന് അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ദൈവമേ, ഞാൻ അത്രക്ക് ഫേമസ് ആണ്. പിന്നെ നിങ്ങൾ ആരാ? ഞങ്ങൾ ഇലക്ട്രീഷ്യൻസാ. ഇവിടെ സ്വിച്ച് ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്പ്യാർ സാർ പറഞ്ഞിട്ട് വന്നാ. ഇവിടെ വന്നപ്പോഴല്ല അറിയുന്നത്. നമ്പ്യാർ സാറിനല്ല, അതൊക്കെ അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പങ്കജാഷൻ ചേട്ടൻ അറിയാന്ന്. ഈ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാ പങ്കജാഷൻ സാറേ? ഒരു മിനിറ്റ്. പ്രാന്തമാർക്ക് ഇതെന്താ? പ്രാന്തായോ? എന്താണ് പ്രശ്നം? അയ്യോ, തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അതിന് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. കഷ്ടം. അവന്റെ കല്യാണത്തിന് അന്ന് അവന്റെ പെണ്ണ് മരിച്ചുപോയി. അന്ന് തുടങ്ങിയത് 3 ചന്ദനത്തിനും കത്തിച്ചുകൊണ്ടുള്ള നടപ്പ്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. വാ.
സാർ സാറേ ഇവര് ഇലക്ട്രീഷ്യൻസ്മാരികളാ. മെയിൻ സ്വിച്ച് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യും. അതിന് സാറിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ സാറിനെ ഇവർക്ക് പരിചയപ്പെടണമെന്നും പറഞ്ഞു. ഏയ്, ഞാനേ ഈ താക്കോല് കൊടുത്തോട്ട് വരാം. ഞാനിവിടെ ഉണ്ട്. ഹലോ ഹലോ, ഇലക്ട്രീഷ്യൻ? യെസ്. നോ, ഇതൊരു അധ്വാനിക്കുന്നവന്റെ കൈയല്ല, ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഒരുത്തന്റെ കൈയാ. ശരിയല്ലേ? കറക്റ്റാ, വെരി കറക്റ്റ്. ഞാൻ പൊന്നപ്പൻ. ഇത് പണിയെടുക്കുന്നവന്റെ കൈയാ. പക്ഷേ ഇലക്ട്രീഷ്യൻ അല്ല, നീ ഒരു കൽപ്പണിക്കാരനല്ലടാ. അയ്യേ, ശരിയാ. കൊടുകൈ കലക്കി കളഞ്ഞു. ഇനി ഉള്ളത് പറയാലോ. ഞാനൊരു അഡ്വക്കേറ്റാ, അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ. ഇതെന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പൊന്നപ്പൻ. ഹരിനാരായണനെ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുള്ളി ഹാപ്പിയായി. ഞാനൊരു മുഴുഭ്രാന്തന, ആശുപത്രിയിൽ അടക്കപ്പെടേണ്ടവൻ. ഹൈക്കോടതി വിധിച്ചത് അങ്ങനെയാ. ആ വിധിയെ മറികടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടാനുമില്ല. എനിക്കൊരു ജീവിതം കിട്ടും, അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞാൻ. ഈ കേസും കൂടി കിട്ടിയില്ലെങ്കിൽ അമ്പലമുറ്റത്തിരുന്ന് ചില സ്വാമിമാര് പിച്ചെടുക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ കോടതി മുറ്റത്തിരുന്ന് വക്കീൽ കോട്ടിട്ട് തെണ്ടേണ്ടി വരും ഞങ്ങള്. താങ്കളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ലോ പോയിന്റ്സും ഞങ്ങളുടെ പക്കലുണ്ട്. എടുക്കെടുക്കെ. ദാ, ഈ വക്കാലത്തിൽ ഒന്ന് ഒപ്പിട്ടെന്നാ മതി. ഈ ഇരുമ്പഴിക്കുള്ളിൽ കുരുങ്ങിക്കിടക്കേണ്ട ആളല്ല നിങ്ങൾ. നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ, അയാള് കൊണ്ടുവരുന്ന ഏതൊരു അഡ്വക്കേറ്റിനെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട്. എന്തേ ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ. പ്ലീസ് പ്ലീസ്. മതി മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവരെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ? താങ്ക് യു മോളേന്ന്. ദാ, ഈ പേജ് കൂടെ ഒന്ന് നോക്കിയേ. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണ. കോബ്ര അല്ല പോയ്സൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. ഡ്രസ് ചെയ്യപ്പോ വന്നു? കുറച്ചു നേരമേ ഉള്ളൂ. കുറച്ചും കൂടെ നീങ്ങിക്കോ. ജേട്ടൻ പുതിയ കേസ് വലുത് എടുത്തിട്ടുണ്ടോ? ഏയ്, ആര് പറഞ്ഞു? നമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എങ്കിൽ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. ആഹാ. രവീന്ദ്രന്റെ. ആ. എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. ഓഹോ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ടത്രേ. ഞാൻ വിചാരിച്ചു ജയേട്ടനാവുന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്ക് കലക്കും. നീ വിചാരിച്ചാലൊന്നും എന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിനെ വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ടനുമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ DA LLB, അഡ്വക്കേറ്റ് ജയകൃഷ്ണനെ MA LLM. എന്നിട്ട് എന്താ കാര്യം? തെറി ഞാൻ പറയൂ. എടി, നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പൊ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ജയകൃഷ്ണ,